രാഹുലിന്റെ വരവ് കോൺഗ്രസിന് മാത്രമല്ല ലീഗിനും പുത്തൻ ഉണർവാണ് പകർന്നത്. താഴെത്തട്ടിലുള്ള അണികൾ മുതൽ ഉന്നത നേതാക്കൾ വരെ രാഹുലിന്റെ വരവ് ആഘോഷമാക്കി. പാർട്ടി പതാകയെ പാകിസ്ഥാൻ പതാകയോട് ഉപമിച്ചുള്ള ആക്ഷേപങ്ങൾക്ക് പാർട്ടി കൊടിവീശിയായിരുന്നു ലീഗുകാർ മറുപടി പറഞ്ഞത്. കരിപ്പൂർ വിമാനത്താവളം മുതൽ കൽപ്പറ്റയിലെ റോഡ് ഷോ വരെ എല്ലായിടത്തും കോൺഗ്രസിന്റെ പതാകയ്ക്കൊപ്പം മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയും പാറിക്കളിച്ചു. പാർട്ടിക്കെതിരെ ഉയർന്ന എല്ലാ ആക്ഷേപങ്ങൾക്കുമുള്ള മറുപടിയാണ് ഇതെന്ന് പ്രവർത്തകർ പറയുമ്പോൾ നേതൃത്വത്തിന്റെ വിശദീകരണത്തിനും ആത്മവിശ്വാസമേറെ. ലീഗിന്റെ കൊടി പാടില്ലെന്ന തരത്തിൽ ഒരു ചർച്ചയും നടന്നിട്ടില്ലെന്നും KPA മജീദ് ആവർത്തിക്കുന്നു. അങ്ങനെ യാതൊരുവിധ വാസ്തവതയിലില്ല. അങ്ങനെയുള്ള ചർച്ചയോ ഒരാവശ്യം ആരും ഉന്നയിച്ചില്ല. ഇതെല്ലാം CPM സൃഷ്ടിക്കുന്ന ചില സോഷ്യൽ മീഡിയ ഉണ്ടാക്കുന്ന ചില കാര്യങ്ങളാണ്. ഇതുമായി UDFനോ UDFന്റെ ആളുകൾക്കോ ലീഗിനോ ഒന്നും യാതൊരു ബന്ധമില്ല. ഇവിടെ വളരെ ഐക്യത്തോടു കൂടി UDF മുന്നോട്ട് പോകും. CPMനെതിരെ സംസാരിക്കില്ലെന്ന പരാമർശത്തോടെ ഉയർന്നത് രാഹുലിന്റെ മാന്യതയും അന്തസ്സുമാണ്. ഇത് ഒരു തരത്തിലും സംസ്ഥാനത്ത് UDFന്റെ പ്രചാരണത്തെ തളർത്തില്ലെന്നും മജീദ്. UDF LDF കഴിഞ്ഞ കുറേ കാലമായിട്ട് മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ രണ്ട് കക്ഷികളെ മത്സരിക്കുകയാണ്. കേരളത്തിന് പുറത്ത് CPMും കോൺഗ്രസും ലീഗും CPM ഒന്നിച്ച് മത്സരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കോയമ്പത്തൂർ പോയാൽ ലീഗിൻ്റെ കൊടി കെട്ടിയിട്ട് ഞങ്ങളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ഖാദർ മൊയ്ൻ സാഹിബിൻ്റെ പടം വെച്ചിട്ടും രാഹുൽ ഗാന്ധിൻ്റെ പടം വെച്ചിട്ടാണ് CPM വോട്ട് ചോദിക്കുന്നത്. പക്ഷേ ഇവിടെ LDF UDF ആയിട്ട് നിൽക്കുന്നത് വളരെ കാലമായി അങ്ങനെയാണ് ഇവിടെ നിന്ന് വരുന്നത്. പ്രചരണത്തിനായി രാഹുൽ വീണ്ടും എത്തുമ്പോൾ അത് പാർട്ടിയുടെ ശക്തി പ്രകടനമാക്കാനുള്ള ആലോചനയിലാണ് മുസ്ലിം ലീഗ്. ന്യൂസ് 18 മലപ്പുറം.